ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഏപ്രിൽ 19 ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നലെ രാത്രി ആണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് കേക്ക് മുറിച്ചു, കുറേ സർപ്രൈസൊക്കെ തന്നു. അപ്പോൾ അവരെല്ലാം കുറേ ഗിഫ്റ്റ് തന്നായിരുന്നു. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ഗിഫ്റ്റ് ഉണ്ട്, അപ്പോൾ ഞാൻ വെച്ച ഒരു അൺബോക്സിങ് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാ ഗിഫ്റ്റും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തുറക്കാൻ പോകുന്ന ഗിഫ്റ്റ് ഇതാണ്. ഇത് എനിക്ക് ഈ ഗിഫ്റ്റ് തന്നത് അമൃത പ്രസാദ് ആണ്. അപ്പം എല്ലാവർക്കും അമൃത പ്രസാദിനെ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്കിത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തു, എല്ലാ ഗിഫ്റ്റും ഞാൻ കണ്ടതാണ്. പക്ഷെ ഞാൻ ഒന്നുകൂടെ പാക്ക് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഞാനപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എനിക്ക് ഇവർ തന്ന ഗിഫ്റ്റ് എല്ലാം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഗിഫ്റ്റാണ് എനിക്ക് ഇവർ തന്നിട്ടുള്ളത്. അതിലൊന്നാണ് ഈ ഗിഫ്റ്റ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു റിംഗ് ലൈറ്റും ട്രൈപോഡും വരുന്ന ഒരു സെറ്റാണ്. അപ്പോൾ എനിക്ക് ഈ ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു ഗിഫ്റ്റാണ്. കാരണം ചില സമയത്തേക്ക് വീഡിയോ എടുക്കാൻ എൻ്റെ കയ്യിൽ ട്രൈപോഡ് ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് കണ്ട് അമൃത പ്രസാദ് എനിക്ക് വാങ്ങി തന്നു. താങ്ക് യു. അപ്പോൾ ഇതാണ് സ്റ്റാൻഡ്. പിന്നെ ഇതാണ് റിംഗ് ലൈറ്റ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. അപ്പോൾ ഇതാണ് അമൃത തന്ന ഗിഫ്റ്റ് ഗൈസ്. അപ്പോൾ ഞാൻ ആ ട്രൈപോഡ് സെറ്റ് ചെയ്തു. അപ്പോൾ അത് ട്രൈപോഡ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അടുത്ത ഗിഫ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് അജിത്ത് തന്ന ഗിഫ്റ്റാണ്. ഇതും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. എല്ലാ ഗിഫ്റ്റും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ്, എന്നാലും ഞാൻ പറഞ്ഞത് ഇതും എനിക്ക് ഭയങ്കര ആവശ്യമുള്ളൊരു സാധനമായിരുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ അറിയില്ല. ഞാൻ ജസ്റ്റ് സാധനം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മൈക്ക്. അപ്പോൾ ഞാൻ ഇത് കണക്ട് ചെയ്തിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഞാനപ്പോൾ എൻ്റെ മൈക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി ഗിഫ്റ്റും കൂടെ കാണിച്ചു തരാം. ഞാൻ ആദ്യം തന്നെ ട്രൈപോഡ് അൺബോക്സ് ചെയ്ത് എന്താന്ന് വെച്ചാൽ ട്രൈപോഡ് വെച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മൈക്ക് ഓപ്പൺ ചെയ്തത് മൈക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ബാക്കി ഗിഫ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് ഗിഫ്റ്റ് ഇതാണ്. ചോക്ലേറ്റിന്റെ ഒരു ബൊക്കെയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമൃത ഉണ്ടാക്കിയതാണിത്. സാധനങ്ങൾ വാങ്ങിയിട്ട് അമൃത ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. ഓ താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് ഗിഫ്റ്റ് എന്ന് വെച്ചാല് ഒരു ഡ്രസ്സാണ്, ഒരു ഷർട്ടാണ്. ഇത് അമ്മ പറഞ്ഞിട്ട് അനേച്ചി വാങ്ങിയതാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷർട്ട്. അപ്പൊ അടുത്ത് ഞാൻ കാണിക്കുന്ന ഗിഫ്റ്റ് കുറെ ആയിട്ട് വാങ്ങണം വിചാരിച്ചൊരു ഗിഫ്റ്റാണ്. അപ്പൊ ഇതാണ് ഗിഫ്റ്റ്. ഇതെനിക്ക് അനേച്ചി തന്നെയാണ്. ബോട്ടിന്റെ ഒരു ഹെഡ്ഫോൺ ആണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു പിങ്ക് ആൻഡ് ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ബോട്ടിന്റെ ഒരു ഹെഡ്ഫോൺ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് അനേച്ചി. പിന്നെ അനേച്ചി എനിക്ക് കുറെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, വേറെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. പിന്നെ ഈ ഒരു ടീഷർട്ട് തന്നതും അനേച്ചാണ്. ഇതൊരു ടാൻ ടോപ്പ് പോലത്തെ ഒരു ഡ്രസ്സാണിത്. അപ്പം ഇത് തന്നത് എനിക്ക് അനേച്ചാണ്. എനിക്ക് അനേച്ചി തന്നെയാണ്. ഇതിന്റെ അകത്ത് കുറെ സാധനമുണ്ട്, ഞാൻ കാണിച്ചു. കുറെ ചോക്ലേറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്. ഞാൻ കുറച്ച് കാണിച്ചു തരാം. ചോക്ലേറ്റ് എല്ലാം ഉണ്ട് ഇതിനകത്ത് കുറച്ച്. ഇതൊക്കെ അനേച്ച് വാങ്ങി തന്നെയാണ്. ഇതൊരു കുഞ്ഞ് പേഴ്സാണ്. ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു പേഴ്സാണ്. പിന്നെ ഇതിൽ കുറെ ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ അനേച്ചി ഗൾഫിൽ പോയി വരുമ്പോ വാങ്ങിയതാന്ന് തോന്നുന്നു. കുറച്ച് വാസ്ലിൻ അതുപോലത്തെ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട് ഇതില്. കുറെ ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു കീ ചെയിൻ ഉണ്ട്. ഇഷ്ടപ്പെട്ടു. ഇതാണ് അനേച്ചി തന്ന ബാഗ്. അപ്പൊ അടുത്ത ഗിഫ്റ്റ് ഒരു ഡ്രസ്സാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇഷ്ടപ്പെട്ടു. ഇത് തന്നത് അൽത്താഫ് ആണ്.
താങ്ക് യു അൽത്താഫ്. അപ്പൊ അടുത്ത ഗിഫ്റ്റ് എനിക്ക് അമ്മ വെച്ച് തന്നെയാണ്. ഇതൊരു ഷോർട്ട് കുർത്തിയാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടന്റെ ഒരു ഷോർട്ട് കുർത്തിയാണ്. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഒരു കപ്പാണ്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു കപ്പാണ്. ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു അടിപൊളി കപ്പാണ്. ഇതിൻ്റെ അകത്ത് നല്ല ചോക്ലേറ്റ്സും വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് അബിയും ആർദ്രയും കൂടിയിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ച ഗിഫ്റ്റ് എല്ലാം എനിക്ക് ഇന്നലെ നൈറ്റില് 12 മണിക്ക് അവർ കേക്കൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര സർപ്രൈസ് ചെയ്ത് തന്ന ഗിഫ്റ്റ് ആണ്. ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇതെല്ലാം കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ ഗിഫ്റ്റ് ആണ് എനിക്ക് എല്ലാവരും കൂടി അവരെല്ലാവരും തന്ന ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ട്രൈപോഡ് ആണെങ്കിലും മൈക്ക് ആണെങ്കിലും ഹെഡ്സെറ്റ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. പിന്നെ കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് ഇന്നലെ രാത്രി കിട്ടിയതാണ്. പിന്നെ ഇന്ന് രാവിലെ ആണെങ്കിൽ അമൃത എനിക്ക് റൂമിലായിരുന്നു. അപ്പൊ അവൾ എന്നെ വിളിച്ചിട്ട് അവളുടെ കയ്യിലൊരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പോ അത് എനിക്കറിയില്ല. അവൾ എനിക്കൊരു ക്ലൂ തന്നു. നാട്ടിൽ നിന്ന് ഒരാൾ തന്ന ഗിഫ്റ്റ് ആണ്. അപ്പൊ ഞാൻ ആദ്യം എനിക്ക് തരാൻ നാട്ടിൽ 2-3 ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛനും അമ്മയും ഓൾറെഡി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അമ്മ എനിക്ക് ഓൾറെഡി ഗിഫ്റ്റ് തന്നു. പിന്നെ അച്ഛനാണെങ്കിൽ നാട്ടിൽ പോയപ്പോ തന്നെ എനിക്ക് വേണ്ടുന്ന ഡ്രസ്സും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു തന്നായിരുന്നു. ഗിഫ്റ്റ് ആയിട്ട് തന്നായിരുന്നു. അപ്പം വേറെ എനിക്ക് തരാൻ 2-3 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച ആളല്ലായിരുന്നു. രണ്ടാമത് ഞാൻ ഒരാളെ എക്സ്പെക്ട് ചെയ്തത് അതുല്യ സുരേഷ് ആണ്. ഞാൻ അതുല്യ സുരേഷ് എനിക്ക് ഗിഫ്റ്റ് ഇങ്ങനെ എന്താ സെൻഡ് ചെയ്യുന്നെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അവള് പെട്ടെന്ന് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു ഏപ്രിലാണ് എന്റെ ബർത്ത്ഡേന്ന്. പക്ഷെ പെട്ടെന്നാണ് അവൾക്ക് ഇന്നാന്ന് ഓർമ്മ വന്ന് അന്ന് രാവിലെ സെപ്റ്റോ വഴി അമൃതയോട് പറഞ്ഞെന്തോ ഓർഡർ ചെയ്ത് അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടു തന്നെയാണ്. അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. രാവിലെ തന്നപ്പം ഞാൻ ബാക്കി എല്ലാവരും എന്തായാലും എന്തെങ്കിലും തരും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. എന്താണെന്ന് എക്സ്പെക്ട് ചെയ്തില്ലെങ്കിലും ഗിഫ്റ്റ് തരും എന്ന് എനിക്കറിയുന്നത്. പക്ഷെ അതുല്യ സുരേഷ് എനിക്ക് ഗിഫ്റ്റ് തരും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പൊ രാവിലെയാണ് എനിക്ക് അതുല്യ സുരേഷിന്റെ ഗിഫ്റ്റ് കിട്ടുന്നത്. അപ്പൊ അവള് അമൃതേന്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അപ്പം താങ്ക് യു സോ മച്ച്. ഞാൻ അതുല്യ തന്ന ഗിഫ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും സാധനമാണ് അതുല്യ സുരേഷ് ഓർഡർ ചെയ്തിട്ട് എനിക്ക് തന്നത്. പെട്ടെന്നാണ് അവള് പ്ലാൻ ചെയ്തത്. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു. ശരിക്കും ഇത് ഞാൻ സർപ്രൈസ് ആയി. എല്ലാം ഞാൻ സർപ്രൈസ് ആയി. എനിക്ക് എല്ലാ ഗിഫ്റ്റും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹായ് ഗായ്സ്. അപ്പൊ ഞാൻ ബാക്കി വീഡിയോന്റെ ഇടയിൽ ഞാൻ ഈ ഒരു ഷോർട്ട് വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഇന്നലെ എടുത്താണ്. ഇന്ന് ഞാൻ കോളേജിൽ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതും കൂടെ ഇതിൽ ആഡ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പൊ എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഗിഫ്റ്റ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. ശ്രീലക്ഷ്മിയാണ് എനിക്ക് ഈ ഗിഫ്റ്റ് തന്നത്. അപ്പൊ ഇത്രയും ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബിക്കോസ് എല്ലാവരും തന്ന ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റാണ്. പിന്നെ ഇത്രയും എനിക്ക് ഈ വീഡിയോ എടുക്കുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഇപ്പോൾ ഈ ഗിഫ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി മുതൽ ഡെയിലി വീഡിയോ ഇടും എന്നെല്ലാണ് വിചാരിക്കുന്നത്. പിന്നെ കുറെ പേര് എന്നെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ വിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.